ജിഷ് ജോയ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് തലവൻ. ആസിഫ് അലി, ബിജു മേനോൻ ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള റോളുകൾ. രണ്ടുപേരും SHO ആവുകയാണ്. ബിജു മേനോൻ ആദ്യം SHO ആണ്, അന്നേരം ആസിഫ് അലി SI ആണ്. പിന്നീട് ട്വിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ബിജു മേനോൻ്റെ പണി പോകാറായി എന്നുള്ള രീതിയിൽ ആയപ്പോൾ ആസിഫ് അലി SHO ആവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ ഒരു ഈഗോ ക്ലാഷും അത് ഇതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ അയ്യപ്പനും കോശിയും പോലെയല്ല, എന്നാലും ആ ഒരു ഇതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. ബിജു മേനോൻ്റെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ കുറച്ചൊക്കെ ആ ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്തു. വേറെ ആർക്കെങ്കിലും ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല. പിന്നെ ദിലീഷ് പോത്തനുണ്ട്, ഇയാളുണ്ട്, അയാളുണ്ട്, ജാഫർ ഇടുക്കിയുണ്ട്, നമ്മുടെ കോട്ടയം നസീർ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു റോള് പുള്ളി ഭയങ്കരമായിട്ടുണ്ട്. കോട്ടയം നസീർ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അമ്മാരി റോളാണ്. പിന്നെ അതിനകത്ത് ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ ഈഗോ ക്ലാഷ്, പിന്നെ കൂടുതൽ പറഞ്ഞ് സ്പോയിലറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇയാളുടെ വീടിൻ്റെ മേളിൽ ഒരു ബോഡി കിട്ടുന്നു, ആരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അങ്ങനത്തെ കുറേ, അതായത് ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയല്ല, അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ ഇയാളെ എന്തിനാ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. വന്ന് 2-3-4 ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഡയറക്ടർ രഞ്ജിത്ത്. ഭയങ്കരമാണല്ലോ, ഭീകരനാണല്ലോ. അപ്പോൾ എല്ലാവരും കാലെ പിടിച്ച് തൊഴുത് നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം നസീർ, ബിജു മേനോൻ്റെ പെർഫോമൻസ് നമ്മളെപ്പോഴും കാണുന്നതാണ്. ഒരു എക്സ്ട്രോർഡിനറി പെർഫോമൻസ് തന്നെയാണ്. തലവൻ, അതായത് SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന സംഭവമാണ്. ഈ സ്റ്റേഷൻ ആരുടെ സ്റ്റേഷനാണ് എന്നുള്ളതിൻ്റെ ഒരു കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ആ ഒരു ഈഗോയും കാര്യങ്ങളും നല്ല രസമായിട്ടുണ്ട്. ഈ രണ്ടുപേരും ബിജു മേനോനെ ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീൻ വരെ ഉണ്ട്. ഒരു ചെറിയ സ്പോയിലറിംഗ് ഇട്ടിലേക്ക് ഒരു മനസ്സുഖമില്ല. അങ്ങനെ സിനിമ അവസാനിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് ക്രൈം ത്രില്ലർ കണ്ട ഒരു ഫീലിംഗാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ക്രൈം ത്രില്ലർ ഫീൽ ഗുഡ് എന്നല്ല. സിനിമയായിട്ട് കാണുമ്പോൾ അതൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാക്കും. ആസിഫ് അലി തകർത്തിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ ഒരു ഫീലിംഗ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിജു മേനോൻ അടിപൊളിയാണ്. അത്രേ പറയാനുള്ളൂ സിനിമയെക്കുറിച്ച്. ഒരു മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയാം. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. എക്സ്ട്രോർഡിനറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ക്രൈം ത്രില്ലർ.